ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിങ്സ് ആൻഡ് വുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലെസർ വിസിലിംഗ് ഡക്ക് അഥവാ ചൂളൻ എരണ്ടകൾ എന്ന പക്ഷികളെയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ബർമ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, തെക്കൻ ചൈന എന്നീ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന എരണ്ടകൾക്ക് നമ്മളുടെ വീടുകളിൽ വളർത്തുന്ന താറാവുകളോട് നല്ല രൂപസാദൃശ്യമുണ്ട്. പക്ഷേ ഇവ ദീർഘമായ ദേശാന്തരങ്ങൾ നടത്തുകയും തികച്ചും സ്വതന്ത്രരായി ജീവിക്കുകയും ചെയ്യുന്ന പക്ഷികളാണ്. നല്ല പച്ചപ്പുള്ള ശുദ്ധജല തടാകങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. ഇവ സാധാരണയായി ഭക്ഷിക്കുന്നത് വിത്തുകളും ഈ ജലാശയങ്ങളിലെ പച്ചപ്പുകളുമാണ്. മരപ്പൊത്തുകളിലും മറ്റു കിളികളുടെ പഴയ കൂടുകളിലും മറ്റുമാണ് ഇവ മുട്ടയിടാറ്. ഒരു തവണ 6 മുതൽ 12 വരെ മുട്ടകളാണ് എരണ്ടകൾ ഇടാറുള്ളത്. എരണ്ടകളുടെ വർഗത്തിൽപ്പെട്ട മറ്റു പക്ഷികളായ വാലൻ എരണ്ട അഥവാ പിൻ ടെയിൽ ഡക്ക്, വരി എരണ്ട അഥവാ ബ്ലൂ വിങ്ഡ് ടീൽ, വെള്ളിക്കണ്ണി എരണ്ട അഥവാ വൈറ്റ് ഐഡ് പോച്ചാഡ് എന്നിവ ഹിമാലയത്തിന് വടക്കുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി പ്രജനനം നടത്താറുള്ളത്. എന്നാൽ പച്ച എരണ്ട, കോട്ടൺ ടീൽ, ചൂളൻ എരണ്ട, ലെസർ വിസിലിംഗ് ടീലിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവ തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും കൂടുവെച്ച് മുട്ടയിട്ട് പ്രജനനം നടത്താറുള്ളതായി പറയപ്പെടുന്നു. നമ്മുടെ കോഴിക്കോട്, തൃശൂർ മേഖലകളിലുള്ള ജലാശയങ്ങളിൽ ഇവ കൂട് കെട്ടിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ആഴമില്ലാത്ത ജലാശയങ്ങളിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന ചൂളൻ എരണ്ടകൾ ആഴമില്ലാത്ത സ്ഥലങ്ങളിൽ തലകുത്തി നിന്ന് വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരുതി അവയുടെ ഭക്ഷണമായ ജലസസ്യങ്ങളും നെല്ലും പുൽവിത്തുകളും ശേഖരിച്ച് ഭക്ഷിക്കുകയാണ് സാധാരണയായി ചെയ്തു വരുന്നത്. നമ്മളീ കേട്ടത് ചൂളൻ എരണ്ടകൾ പറക്കുമ്പോൾ തുടർച്ചയായി വിളിക്കുന്ന ചൂളംവിളികളാണ്. ഇവ പറക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായി ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ചൂളം വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവയെ വിസിലിംഗ് ഡക്ക് അല്ലെങ്കിൽ ചൂളൻ എരണ്ടകൾ എന്ന് വിളിക്കുന്നത്. എരണ്ടവർഗത്തിലെ വിവിധ ജാതികളിൽപ്പെട്ട പെൺപക്ഷികൾക്കെല്ലാം തന്നെ ഒരു തവിട്ടു നിറവും രൂപസാദൃശ്യവുമുണ്ട്. അതുകൊണ്ട് ആൺപക്ഷികളെ തിരിച്ചറിയുകയും കൂടാതെ ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ കൊണ്ടും ആണ് ഇവ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. സത്യത്തിൽ ഈ എരണ്ട പക്ഷികളെ കാണുവാൻ നല്ല ഭംഗിയല്ലേ? നമ്മുടെ വീട്ടിലെ വളർത്തു താറാവുകളോട് ഉള്ള രൂപസാദൃശ്യവും കൂടാതെ ആ തവിട്ടു നിറവും പിന്നെ ശാന്തമായി ഈ വെള്ളത്തിലൂടെ തുഴഞ്ഞു പോകുന്നത് കാണുവാൻ നല്ല ഭംഗിയല്ലേ? കൂട്ടുകാരിൽ പലരും നമ്മുടെ വീടിനടുത്തുള്ള ജലാശയങ്ങളിലും മറ്റുമായി ഈ പക്ഷികളെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. കൂട്ടുകാരെ, എന്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.